ഇവിടെ ഒരു വലിയ ഭീഷണി എഴുന്നേറ്റിരിക്കുക. അടുത്തിരിക്കുന്ന ആളുടെ കൈയോടെ ഒരു ഭീഷണി എഴുന്നേറ്റിരിക്കുക. ഇവിടെയാ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഭീഷണി എഴുന്നേറ്റപ്പോ അവരെ തൊടാനും അവരെ തട്ടാനൊന്നും ദൈവം പോയില്ല. സഭയ്ക്ക് നേരെ ഭീഷണി എഴുന്നേൽക്കുമ്പോ അവനെ തട്ടുകയല്ല ദൈവത്തിന്റെ പരിപാടി. പകരം ഭീഷണി അനുഭവിച്ചയാളെ വീണ്ടും ശക്തീകരിക്കുകയാണ് ദൈവത്തിന്റെ പരിപാടി. ആരാണോ ഭീഷണിപ്പെടുത്തിയത് അവരുടെ നടുവിൽ ആദിശക്തിയോടെ അവരെ എഴുന്നേൽപ്പിച്ചു. അടുത്ത വാചകം, അതിന്റെ 33-ാമത്തെ വാചകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലന്മാർ അതുവരെ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ശക്തിയോടെ അവർ ശുശ്രൂഷിച്ച്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് മഹാശക്തിയോടെ അവർ യേശുവിന് സാക്ഷ്യം പറയാൻ തുടങ്ങി. ഭീഷണി നിന്നെ കെടുത്തുവാനുള്ളതല്ല, ഭീഷണി മഹാശക്തിക്കുള്ളതാണ്. കണ്ടോ, നിങ്ങൾ എത്ര പേര് പ്രതികരിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഈ പകൽ ചിലരോട് എനിക്ക് ദൂത് പറയാനുണ്ട്. ഭീഷണിയുടെ മുഖത്താണോ മഹാശക്തിയുടെ മുഖത്താണ്? പ്രതിസന്ധിയുടെ മുഖത്താണോ മഹാകൃപയുടെ മുഖത്താണ്? പ്രശ്നങ്ങളുടെ മുഖത്താണോ മഹാകൃപയുടെ മുഖത്താണ്?